بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുവാനാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം റിയാദിലെ ജാമിഅത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് എന്ന യൂണിവേഴ്സിറ്റിയിലെ മഅഹദിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ ഉസൂലുൻ ഫി തഫ്സീർ, തഫ്സീർ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ തഫ്സീറിലെ അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയം. ഈ ഒരു ഗ്രന്ഥത്തിന്റെ ഒരു ആകത്തുക രത്നച്ചുരുക്കം മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കുന്നത്. ഇത് നേരത്തെ നമ്മൾ 2-3 ദർസുകൾക്ക് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾക്ക് ദീൻ പഠനത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നുള്ളത്. ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നുള്ളതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വഹാബത്ത് ഖുർആൻ മനഃപ്പാഠമാക്കാറുണ്ടായിരുന്നത് താബിഈങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അവർ 10 ആയത്ത് ഹിഫ്ളാക്കി കഴിഞ്ഞാൽ ആ 10 ആയത്തുകളിലുള്ള ആശയം, അതിന്റെ മഅനയും അതിലടങ്ങിയിട്ടുള്ള അമല്, എങ്ങനെയാണ് അത് അമലാക്കേണ്ടത്, ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അടുത്ത 10 ആയത്ത് ഹിഫ്ളാക്കാൻ അവർ ആരംഭിക്കുക. ഈ ഒരു രീതി ഖുർആൻ ഹിഫ്ളാക്കുന്നതിൽ നമ്മുടെ മുൻഗാമികളുടെ മാതൃക, ഇത് നമ്മൾക്ക് പൂർണ്ണമായിട്ടും നടപ്പിൽ വരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളുടെ കഴിവിന്റെ പരമാവധി നമ്മളത് പ്രാവർത്തികമാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഖുർആൻ മനഃപ്പാഠമാക്കാൻ അന്ന് തന്നെ എന്ത് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു. അതിനുശേഷം എത്ര പേര് മനഃപ്പാഠമാക്കിയെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ആരെങ്കിലും ഹിഫ്ളാക്കാൻ തുടങ്ങിയിരുന്നോ? ഇല്ല. ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ നിലവിലുള്ള ഹിഫ്ളാക്കിയ ഭാഗങ്ങൾ മൊത്തം അത് മുഴുവൻ എന്ത് ചെയ്യാം, 1 ജുസ് ആണെങ്കിൽ 2 ജുസ് ആണെങ്കിൽ അത് മുഴുവനും റിവിഷൻ ചെയ്തെടുക്കുക. അത് ക്ലിയർ ആക്കുന്നവരെ പുതിയത് പഠിക്കരുത്. ഇപ്പൊ നിലവിൽ പഠിച്ച് മറന്നുപോയ ഭാഗങ്ങൾ മുഴുവൻ ക്ലിയർ ആക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, പുതിയത് പഠിക്കാൻ ആരംഭിക്കുക. അതെപ്പോ ആരംഭിക്കണം, എപ്പോഴാരംഭിക്കുക? ഇപ്പൊ തന്നെ, ഇന്ന് തന്നെ ഇൻഷാ അല്ലാഹ്. അത് എന്ത് ചെയ്യാൻ പാടില്ല, നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. ഇബ്ലീസിന്റെ ഏറ്റവും വലിയൊരു ആയുധമാണ് എന്ത്, നല്ല കാര്യങ്ങളിൽ തസ്വീഫ് എന്ന് പറയാം, പിന്നേക്ക്. ഹിഫ്ളാക്ക ശരിയാണ്, ഹിഫ്ളാക്കണം. ഹിഫ്ളാക്കുന്നതിന്റെ ഫളലൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ചിരുന്നു. അപ്പൊ ഹിഫ്ളാക്കണം, എപ്പോ ഹിഫ്ളാക്കാം, നാളെ ഹിഫ്ളാക്കാം. നാളെ ആയിക്കഴിഞ്ഞാൽ ഇന്നിപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട്, കല്യാണമുണ്ട്, മറ്റേ ചടങ്ങുണ്ട്, അവിടെ പോകാനുണ്ട്. അപ്പോ അടുത്ത തിങ്കളാഴ്ച എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഹിഫ്ളാക്കുക. പിന്നെ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോൾ എന്താവും, അങ്ങനെ പിന്നേക്ക് നാളെ അങ്ങനെ പിന്നേക്ക് വെക്കുന്ന ആ ഒരു പ്രവണത, അത് ശൈത്താന്റെ ഒരു മനുഷ്യനെ ഹൈറിൽ നിന്ന് അകറ്റാനുള്ള ഏറ്റവും വലിയ തന്ത്രമാണ്. ശൈത്താൻ ഒരിക്കലും നന്മ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളോട് ശൈത്താൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, നേരിട്ട് വന്നിട്ട് നീ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവനത് ചെയ്യാതിരിക്കൂല എന്ന് അവന് ശൈത്താൻ അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും, നേരിട്ട് വന്നിട്ട് ചെയ്യരുതെന്ന് പറയില്ല, മറിച്ച് എന്ത് ഇപ്പൊ ചെയ്യണ്ട, ഇപ്പൊ നീ ഹിഫ്ളാക്കണ്ട, ഇപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞ് പോയോ അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഉറങ്ങാൻ നേരത്ത് ഉറക്കമൊക്കെ ഒഴിവാക്കി 10 ആയത്ത് ഹിഫ്ളാക്കാൻ ഇപ്പൊ ഇരിക്കണ്ട. എന്ത് ചെയ്താൽ മതി, നാളെ രാവിലെ ഉറങ്ങി നിന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് പഠിച്ചാൽ മതി. അങ്ങനെ ഓരോന്ന് പറഞ്ഞു എന്ത് ചെയ്യും, നീട്ടി കൊണ്ടുപോകും. ശൈത്താന്റെ ഏറ്റവും വലിയ ഒരു കുതന്ത്രത്തിൽപ്പെട്ടാണ് തസ്വീഫ് എന്ന് പറയും. ഒരു നിലയ്ക്കും ഒരു മനുഷ്യനെ ഹൈറിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ശൈത്താൻ അവസാനം 18ാമത്തെ തടവാണെന്ത്, തസ്വീഫ് എന്നുള്ളത്. ഈ തസ്വീഫിലാണ് അധികം ആളുകൾ വീണുപോകുക.
അല്ലെ? അന്ന് ക്ലാസ് കേട്ടിട്ട് ഇതുവരെ എത്തിച്ച എന്തുകൊണ്ടാ? ഒരു ആയത്ത് അന്ന് കേട്ടിട്ട് ഇതുവരെ ഹിഫ്ളാക്കിയിട്ടില്ലല്ലോ കൂടുതൽ, ഇല്ലല്ലേ? അതെന്തുകൊണ്ടാ? നിങ്ങൾക്ക് ഹിഫ്ളാക്കാൻ ആഗ്രഹം ഇല്ലാണ്ടാണോ? അല്ല. നിങ്ങൾക്ക് അതിന്റെ ഫضل അറിയാണ്ടാണോ? അല്ല. ഷെയ്ത്താൻ തസ്വീഫ് എന്ന കുതന്ത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? പെടുത്തി. അങ്ങനെ ഷെയ്ത്താൻ നിങ്ങളുടെ മേൽ എന്ത് ചെയ്തു? വിജയിച്ചു. അപ്പൊ ശ്രദ്ധിക്കണം. തസ്വീഫ്, സൗഫ എന്ന് പറഞ്ഞ പിന്നേന്നാണ്. തസ്വീഫ് സീനാണ്. കല്ലാ സൗഫ താലമുൻ സുമ്മ കല്ലാ സൗഫ, പിന്നീട് സൗഫ. അത് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് എല്ലാ വെള്ളിയാഴ്ചകളിലും തഫ്സീർ പഠനം ഇൻഷാ അല്ലാഹ് ഉദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹു സഹായിക്കട്ടെ. അപ്പൊ ആ തഫ്സീർ പഠനത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആമുഖം, അതായത് ഏതൊരു വിഷയത്തിലും നമുക്ക് ആ വിഷയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ പഠിക്കാതെ നമ്മൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് പഠനം എന്താവൂല, അത്ര എളുപ്പകരമാവൂല, കുറച്ചുകൂടി പ്രയാസമുള്ളതായിത്തീരും. വളരെ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂല. ഇങ്ങനെയുള്ള ചില വിഷയങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഇന്ന് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ പോകും. വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഉസൂലുൻ ഫി തഫ്സീർ എന്നുള്ള ഗ്രന്ഥത്തിലെ ചുരുക്കം, അത് മൊത്തം അതിലെല്ലാ മസലകളും പറയുന്നില്ല, കുറച്ച് വലിയൊരു മദ്രസ ടെക്സ്റ്റ് ബുക്ക് പോലത്തെ ഒരു പുസ്തകമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു പോവാം. നമ്മൾ തഫ്സീർ വായിക്കുമ്പോൾ പ്രധാനമായിട്ടും കടന്നു വരുന്ന വിഷയങ്ങൾ മാത്രം വേഗത്തിൽ വായിക്കാം. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത ആഴ്ച മുതലുള്ള തഫ്സീർ പഠനത്തിൽ നമുക്കത് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ആദ്യം നമ്മൾ ഖുർആനെ സംബന്ധിച്ച് പറയാം. എന്താണ് ഖുർആൻ? എന്താണ്? നമ്മളൊരാളോട്, ഒരു സലഫുകളുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളോട് ഖുർആൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാം? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. അൽ ഖുർആനു കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ കലാമാണ്. എന്താ തെളിവെന്താ? തെളിവ് പറഞ്ഞവിടെ. അത് മൂസാ നബിക്കല്ലേ? നമ്മള് ഖുർആന്റെ വിഷയം. വലൈക്കും അസ്സലാം. എന്ത് തെളിവ്? ഒരാൾ പറഞ്ഞു ഖുർആൻ കലാമൊന്നും അല്ല, ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലല്ല ഖുർആൻ കലാമാണ്. അപ്പൊ അയാൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഖുർആൻ കലാമാണെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് തെളിവുണ്ടോ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങളെന്താ പറയാ? അതന്ന് ഇയാളില് മറ്റേ ദർശനം പോയപ്പോ ഉസ്താദ് അങ്ങനെ പറഞ്ഞിരുന്നു പറയാൻ പറ്റുമോ? ദീനിൽ തെളിവല്ലല്ലോ. എന്താണ് തെളിവ്? കുറെ തെളിവുകളുണ്ട്, ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ആരെങ്കിലും? وإن أحد من المشركين استجارك فأجره حتى يسمع كلام الله. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാൾ നിങ്ങളിലേക്ക് എന്ത് ചെയ്യണം? ഈ അമ്ന് ചോദിച്ചുകൊണ്ട്, നിർഭയത്വം ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെ അവൻ വധിക്കാൻ പാടില്ല, അവന് നിർഭയത്വം കൊടുക്കണം. നിർഭയത്വം കൊടുക്കണം. ഫഅജിർഹു, അത് നിർഭയത്വം എത്രത്തോളം കൊടുക്കണം? ഹത്താ യസ്മാ കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ സംസാരം അവന് കേൾക്കുന്നത് വരെ. അള്ളാഹുവിന്റെ സംസാരം അവന് കേൾക്കുന്നവരെ. ഈ മുശ്രിക്ക് എങ്ങനെ അള്ളാഹിന്റെ സംസാരം കേൾക്കുക? എങ്ങനെ കേൾക്കുക? ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിമീങ്ങൾ അടുത്തവൻ താമസിക്കുകയും അവൻ എന്ത് ചെയ്യട്ടെ? മുസ്ലിമീങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് അവൻ കേൾക്കുകയും, അതിനാണ് എന്ത് പറയുന്നത് ഇവിടെ? അള്ളാഹുവിന്റെ സംസാരം കേൾക്കട്ടെ എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ സംസാരം. ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ സൂറത്ത് തൗബ
ആയത്ത് നമ്പർ എത്ര? 6 അല്ലേ? സൂറത്ത് തൗബ 6. അതുപോലെ തന്നെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആൻ മാത്രമല്ല, മുമ്പുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും അള്ളാഹുവിന്റെ കലാം തന്നെ. എന്താണ് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും അള്ളാഹുവിന്റെ കലാമ് തന്നെയാണ്. മുമ്പുള്ള വേദഗ്രന്ഥങ്ങളും ഖുർആനും അള്ളാഹുവിന്റെ കലാമ് തന്നെയാണ്. ഖുർആനും മറ്റുള്ള വേദഗ്രന്ഥങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്താണ് വ്യത്യാസം? ഖുർആന് മൊത്തം ജനങ്ങൾക്കാണ്, മറ്റേത് ഓരോ സമൂഹത്തിലെ ഒരു സമുദായത്തിനായിട്ട്. അത് ഒന്നാമത്തെ വ്യത്യാസം. അതായത് ഖുർആൻ എന്നുള്ളത് ഒരു പ്രത്യേക സമുദായത്തിനോ കാലഘട്ടത്തിനോ ഉള്ളതല്ല. അത് എന്ന് അവതരിപ്പിക്കപ്പെട്ടോ അന്നു മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യ ജിന്ന് വർഗക്കാർ എല്ലാവർക്കും ഉള്ളതാണ്. ഒരാൾ അതിൽ നിന്ന് ഒഴിവല്ല. പിന്നെ രണ്ടാമത്തത് സംരക്ഷിക്കപ്പെട്ടതാണ്. ഖുർആൻ സംരക്ഷിക്കപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ അതിലില്ലാത്തൊരു കാര്യം അതിലേക്ക് ചേർത്താനോ അതിലുള്ളൊരു കാര്യം അതിൽ നിന്ന് ഒഴിവാക്കാനോ ഒരിക്കലും ഒരാൾക്കും സാധിക്കൂല. ഏതുവരെ? എന്നുവെച്ചാൽ അള്ളാഹുലേക്ക് ഉയർത്തുന്നത് വരെ. എന്നുവെച്ചാൽ ഖിയാമത്ത് നാളാകുന്നതിന് തൊട്ടും അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു എന്നാണ് ഇത് ആരംഭിച്ചത്. അള്ളാഹുലേക്ക് തന്നെ അള്ളാഹു ഉയർത്തും. എന്നുവെച്ചാൽ ഒരു ഹൃദയങ്ങളിലും ഖുർആൻ എന്താവൂല, ബാക്കിയാവൂല. ഒരു ഏടുകളിലും ഖുർആൻ എന്ത് ചെയ്യില്ല, എഴുതിയതായി അവശേഷിക്കൂല. എല്ലാം ഉയർത്തപ്പെടും. അത് അവസാനത്തെ ഏറ്റവും അവസാനം. അപ്പൊ അതുവരേക്കും എന്ത് ചെയ്യും? ഇതെങ്ങനെയാണോ അവതരിപ്പിക്കപ്പെട്ടത് അങ്ങനെ തന്നെ നിലനിൽക്കും. ഒരാൾക്കൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കൂല. പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ പല ശത്രുക്കളും എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്ലിമീങ്ങളെ വഴിതെറ്റിക്കാൻ, എങ്ങനെയെങ്കിലും ഖുർആനിൽ എന്തെങ്കിലും കടത്തിക്കൂട്ടാൻ അവര് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും എന്ത് ചെയ്യാൻ ആ പരിശ്രമത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നിപ്പോ ഒരാൾ ശ്രമിക്കുകയാണ് ഖുർആൻ മാറ്റാൻ, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ഖുർആനുകളും മാറ്റാൻ ഒരാൾ ആഗ്രഹിക്കാമെന്ന് വിചാരിച്ചു, പരിശ്രമിക്കാമെന്ന് വിചാരിച്ചു. ഈ ദുനിയാവിലുള്ള എല്ലാ പ്രിന്റ് ചെയ്തിട്ടുള്ള എല്ലാ മുസ്ഹഫുകളും മാറ്റിയാലും ഈ ഖുർആൻ ഇങ്ങനെ തന്നെ നിലനിൽക്കും. കാരണം ഈ ഖുർആൻ എന്നുള്ളത് ഇറക്കപ്പെട്ട അതേ രൂപത്തിൽ കാണാതെ മുഴുവൻ ആദ്യത്തെ വരി മുതൽ അവസാനത്തെ വരി വരെ മനപ്പാഠം പഠിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ, 1-2 ആൾക്കാരല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഖുർആന്റെ കോപ്പികൾ, ജീവിച്ചിരിക്കുന്ന കോപ്പികൾ ഇന്ന് ലോകത്ത് എമ്പാടുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യാൻ സാധിക്കില്ല. ഒരാൾക്കും എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വരുത്താൻ അത് അള്ളാഹു അതിന്റെ സംരക്ഷണം ഏറ്റെടുത്താണ്. ഈ പ്രത്യേകത എന്തിനില്ല? മുൻകഴിഞ്ഞ ഒരു വേദഗ്രന്ഥത്തിനുമില്ല, ഒന്നിനുമില്ല. കാരണം എന്താന്ന് വെച്ചാല് അത് ഹദീസാണോ അസറാണെന്ന് ഓർമ്മയില്ല. അങ്ങനെ തന്നെ സ്വഹിയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാ വേദഗ്രന്ഥങ്ങളെയും ആ വേദഗ്രന്ഥങ്ങൾ ഏൽപ്പിക്കപ്പെട്ട നബിമാരുടെ സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക് അതിന്റെ സംരക്ഷണം അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തു. അവരോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? അള്ളാഹു സംരക്ഷിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവരതെന്ത് ചെയ്തു? അതിൽ കൈകടത്തി. അവർക്ക് താല്പര്യമില്ലാത്തത് ഒഴിവാക്കി, അവർക്ക് വേണ്ടത് അതിൽ എന്ത് ചെയ്തു? കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പക്ഷെ ഈ വേദഗ്രന്ഥ ഖുർആന്റെ സംരക്ഷണം അള്ളാഹു തന്നെ സ്വയം എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ഏതായത്ത്? സൂറത്തു ഹിജ്ർ. ബറക്കല്ലാഹ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും ഖുർആനെ നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെന്ത് ചെയ്യും? സംരക്ഷിക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനം. പിന്നെ 2 പ്രത്യേകതകൾ പറഞ്ഞു. മൂന്നാമത്തെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അല്ല, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത. പക്ഷെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടുവോ അന്നത്തോടുകൂടെ മുൻകഴിഞ്ഞ എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും, നമ്മളൊന്നും ഇന്നത്തെ ഭാഷയിൽ പറയുന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. എല്ലാത്തിന്റെയും നമ്മളത് കടത്തി കൂട്ടിയിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചോ. അപ്പൊ ശരിക്കുള്ളൊരു തൗറാത്തിന്റെ പകർപ്പുണ്ടെന്ന് തന്നെ വിചാരിച്ചോ.
അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അമലാക്കാൻ പറ്റൂല. എപ്പോ? ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. എന്താ അങ്ങനെ തന്നെ പറയാൻ കാരണം എന്ന് വെച്ചാല്, ഒരു സംഭവമുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ ഒരു പകർപ്പ്, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എവിടെ നിന്നോ കലർപ്പില്ലാത്തൊരു പകർപ്പ്, എന്തോ ഒരു പേജ്, എന്തോ ചെറിയൊരു ഭാഗം തൗറാത്തിന്റെ കിട്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തിൽ, എന്ന് വെച്ചാൽ അങ്ങനെ കലർപ്പില്ലാത്തൊരു പകർപ്പ് കിട്ടുക പറഞ്ഞാൽ വളരെ റയർ ആണല്ലോ. അപ്പൊ അത് കിട്ടിയതിന് സന്തോഷത്തിൽ, അള്ളാന്റെ കലാമാണല്ലോ എന്നുള്ളൊരു താല്പര്യത്തിൽ അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഇത് വായിക്കാൻ തുടങ്ങി. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ അത് പ്രതികരിച്ച്, സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മാഷാ അല്ലാഹ് അള്ളാന്റെ കലാമ് തൗറാത്ത് വായിക്കല്ലേ എന്ന് പറഞ്ഞ് മിണ്ടാതെ കേട്ടിരിക്കുകയാണ് ചെയ്തത്. എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരണം എന്തായിരുന്നു? മുഖം തിരിക്കല്ല, മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിട്ട് പേടിയെന്നാണ്, അത്രയധികം ദേഷ്യം കൊണ്ട് മുഖം ചുവന്നിട്ട് ആ മുതഹവ്വിഖൂന ഫീഹാ യാ ഇബ്നുൽ ഖത്താബ് എന്നാണ് ചോദിച്ചത്. പക്ഷെ ഞാൻ ഈ കൊണ്ടുവന്ന ഖുർആൻ നിങ്ങൾ സംശയിക്കുകയാണോ ഖത്താബെ, ഇബ്നുൽ ഖത്താബൻ ചോദിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാക്കുണ്ട്, ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിയാഹു ഇല്ല ഇത്തിബാഇ. മൂസ അലൈഹി ഇസ്ലാം എങ്ങാനും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം മൂസ എങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നതിന് വന്നനെ, എന്നെ പിൻപറ്റാതെ അദ്ദേഹത്തിന് വേറൊരു നിവൃത്തിയില്ല. അതാ കാരണം അള്ളാന്റെ നിയമമാണത്. അതുകൊണ്ടാണല്ലോ ഈസാ അലൈഹി സ്വലാം ഇനി ഇറങ്ങി വരുമ്പോ ഇഞ്ചീൽ അനുസരിച്ചാണോ ജീവിക്കുക? അല്ല, ഖുർആൻ അനുസരിച്ചിട്ടാണ് അവർ ജീവിക്കുക. അത് അള്ളാഹുവിന്റെ നിയമമാണ്. എന്നുവെച്ചാൽ എന്ന് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടോ അന്ന് മുതൽ എന്ത് ചെയ്യണം, ഏത് നബി ആയിക്കോട്ടെ, ഏത് വേദഗ്രന്ഥം ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ, എല്ലാ ആളുകളും ഈ ഖുർആൻ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് അനുസരിച്ച് എന്ത് ചെയ്യണം, അങ്ങനെ ജീവിക്കണം എന്നുള്ളത് അത് അള്ളാഹു നിയമമാക്കിയതാണ്. എന്ന് മാത്രമല്ല, ആ ഒരു കരാർ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ നബിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ നബിമാർക്കും ഈ കരാർ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, അവരോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, എല്ലാ നബിമാരോടും. ആ എല്ലാ നബിമാരും അവരുടെ സമൂഹത്തിന് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. എല്ലാ നബിമാരും അവരുടെ സമൂഹത്തിന്, എന്ന് വെച്ചാൽ മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനൊരു നബി വന്നാൽ, ഇങ്ങനൊരു വേദഗ്രന്ഥം ഇറങ്ങിയാൽ എന്നെയല്ല പിൻപറ്റേണ്ടത്, ഈ പ്രവാചകനെ പിൻപറ്റേണ്ടത് എന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും ഗൗരവമുള്ള വിഷയമാണിത്. ഇന്നിപ്പോ എന്താ ബൈത്തുൽ ഇബ്രാഹിമിന് പറഞ്ഞിട്ട് ഇവിടെ ക്രിസ്ത്യാനികൾ ഇവിടെ, ജൂതന്മാരിവിടെ, മുസ്ലിങ്ങളിവിടെ, അത് ഖുർആാനിന്റെ എന്ന് വെച്ചാൽ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിന് കടകവിരുദ്ധ. എല്ലാം ശരിയാണോ? അല്ല, ശരിയല്ല, ഒരു സംശയം പാടില്ല. ഇത് നമ്മൾ ഉറപ്പിച്ചു പറയണം. കാരണം അവരിലെ പണ്ഡിതന്മാർക്ക് ഇത് ഉറപ്പുള്ള വിഷയമാണ്, പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുള്ള വിഷയമാണ്, ഒരു സംശയത്തിനിടയില്ലാത്തതാണ്. അവര് ദുനിയാവിന്റെ പല ലാഭങ്ങൾക്കും മോഹങ്ങൾക്കും വേണ്ടി, അധികാരത്തിന് സമ്പത്തിനു വേണ്ടി ഇത് മറച്ചു വയ്ക്കുന്നത് മാത്രം. ശ്രദ്ധിക്കേണ്ട വിഷയം. അപ്പോ ഖുർആൻ എന്താണെന്ന് പറഞ്ഞു ചുരുക്കത്തില്. അതുപോലെ തന്നെ ഖുർആനും മറ്റു വേദഗ്രന്ഥങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു 3 വ്യത്യാസങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാ 3 വ്യത്യാസങ്ങൾ? ഇവിടെ പിന്നെ അള്ളാഹു സംരക്ഷിക്കപ്പെട്ട് അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്താണ്. രണ്ട് മുഴുവൻ ജനങ്ങൾക്കുള്ള അതെ ആണ്. മൂന്നാമത്തത് എഴുതി വെച്ചത് പിന്നെ മുന്നുള്ള എല്ലാ ഇതും പിന്നെ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം മറ്റു വേദഗ്രന്ഥങ്ങൾക്കൊന്നുമില്ല, അതിനൊരു പ്രസക്തിയില്ല, അതിനൊരു പ്രസക്തിയില്ല. പിന്നെ ഖുർആൻ ആദ്യമായിട്ട്, അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ നമ്മൾ പറഞ്ഞു അല്ലെ. അള്ളാഹു സംസാരിക്കുക. അള്ളാഹുവിന്റെ സംസാരം എങ്ങനെയാണ്? അള്ളാഹു സംസാരിക്കുന്ന എന്താ അർത്ഥം?
സംസാരം അത് ജിബ്രീൽ അലൈഹിസ്സലാം. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയില്ല. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? അറിയാം. ഈ സംസാരം എന്നുള്ളത് അതിന്റെ ആശയം നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനുണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരീകരിക്കണം. അള്ളാഹു സംസാരിക്കോ? സംസാരിക്കും. പക്ഷെ അള്ളാഹു എങ്ങനെ സംസാരിക്കുക? നമ്മൾ സംസാരിക്കുന്ന പോലെ നാവുകളൊക്കെ ഇട്ട് ഇളക്കി അത് പല സ്ഥലങ്ങളിൽ മുട്ടിച്ച് അങ്ങനെയാണോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികൾ സംസാരിക്കുന്ന പോലെയാണോ? അല്ല. ലൈസ കമിസ്ലിഹി ഷൈ. അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് സംസാരത്തെ പോലെ സംസാരിക്കുന്ന ഒരു സൃഷ്ടിയില്ല. നമുക്ക് അള്ളാഹുവിന് സംസാരം എങ്ങനെയെന്ന് അറിയില്ല. പക്ഷെ അള്ളാഹു സംസാരിക്കോ? സംസാരിക്കും. ആണ് നേരത്തെ പറഞ്ഞ ആയത്ത് വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. അള്ളാഹു ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് സംസാരം എന്നുള്ള സിഫത്തുണ്ട്, വിശേഷണമുണ്ട്. അള്ളാഹു സംസാരിക്കും. അള്ളാഹുവിന് സംസാരത്തിൽ പെട്ടതാണ് എന്ത്? ഖുർആൻ. അപ്പോ അള്ളാഹു സംസാരിച്ചത് ആരെ കേട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേട്ടോ? ഈ എല്ലാ ഖുർആന്റെ എല്ലാ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേട്ടതാണോ? അല്ല. ആരാണ് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കേട്ടതാരാ? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം അത് കേൾക്കുകയും പിന്നീട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അതുമായിട്ട് ഇറങ്ങി വരികയും ചെയ്തതാണ്. അല്ലെ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പൊ ഇവിടെ ഒരു സംശയം ശ്രദ്ധിക്കണേ. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള ഒരു ആയത്താണെന്ത്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. തീർച്ചയായും നാം ഇതിനെ ഇറക്കിയത്, ഖുർആൻ അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. ഒരായത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ 23 വർഷ കാലഘട്ടത്തിനിടയിലായിട്ട് പല സന്ദർഭങ്ങളും പല ആയത്തും ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഇറങ്ങുന്ന ലൈലത്തുൽ ഖദറിലാണോ? അപ്പൊ എന്താ അർത്ഥം? ആയത്തിന്റെ അർത്ഥം എന്താ? എങ്ങനെ? അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖിയാമത്ത് നാൾ വരേക്കുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദ് എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും. അവിടെ നിന്നും ഖുർആനിനെ ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയത് എപ്പോഴാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സുള്ള ആ വർഷത്തിലെ റമദാനിലെ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എത്ര? 27 രാവല്ലേ? 27 രാവല്ലേ ലൈലത്തുൽ ഖദർ? എപ്പോഴാ പിന്നെ ഉറപ്പുള്ളത്? എപ്പോഴാ? സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് 100% ലൈലത്തുൽ ഖദർ വേണം എന്നൊരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു വഴി പറഞ്ഞുതരാം. അവസാനത്തെ 10 മുഴുവൻ എന്ത് ചെയ്യുക? ഇത്തികാഫ് ഇരിക്കുക മുഴുവനും. 20ന്റെ അന്ന് മഗ്‌രിബ് ആവുമ്പോ അപ്പ കയറിയിട്ട് പെരുന്നാളിന് എന്ത് ചെയ്യുക? അവിടെ നിന്ന് ഇത്തികാഫിന്ന് പുറത്തേക്ക് വരാം. അങ്ങനെ ഒരാൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ 100% ഉറപ്പ് പറയാൻ പറ്റും എനിക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയ. സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു നിലയ്ക്ക് ഒരാൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നല്ല. സിമ്പിളായിട്ട് ഉറപ്പ് പറയാൻ പറ്റും എനിക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയത്. എങ്ങനെയാണെങ്കിൽ? ഇങ്ങനെയാണെങ്കിൽ. അപ്പൊ ആ വർഷത്തിലെ ലൈലത്തുൽ ഖദർ നമുക്കറിയില്ല, ഏത് ദിവസമാണ് നമുക്കറിയില്ല. ആ ലൈലത്തുൽ ഖദറിൽ എന്ത് ചെയ്തു? ഒന്നാം ആകാശത്തേക്ക് ഈ ഖുർആൻ മുഴുവനായിട്ടും അവതരിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അവിടെ നിന്നാണ് എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി കിട്ടി തുടങ്ങുന്ന 40ാമത്തെ വയസ്സിൽ, നബി ആവുന്ന 40ാമത്തെ വയസ്സിലാണ്, മരണപ്പെടുന്ന 63ാമത്തെ വയസ്സിലാണ്. അപ്പൊ 23 വർഷക്കാലത്തിനിടയിൽ പല സന്ദർഭങ്ങളിലായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ഈ ഒന്നാം ആകാശത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഓരോ സന്ദർഭങ്ങളിൽ അതിന്റെ അനുയോജ്യമായ രൂപത്തിൽ. ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ആയത്തേതാ? എത്ര ആയത്തുകൾ അവതരിപ്പിച്ചു?
5 ആയത്തുകൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ശറഅ കൊണ്ട് ഒരാൾക്ക് വഹി ലഭിക്കപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു മനുഷ്യൻ നബിയാവുക. മൻ ഊഹിയ ഇലൈഹി ബിശറഇൻ, മൻ ഊഹിയ ഇലൈഹി ബിശറഇൻ ആണെന്ത് നബിയുടെ താരീഫ്. ഒരാൾ നബിയ, ഒരു മനുഷ്യൻ നബിയാവുന്ന എപ്പോഴാ, ഒരു ശറഅ കൊണ്ട്. ശറഅ എന്ന് പറഞ്ഞാൽ ദീനിലെ വിധിവിലക്കുകൾ കൊണ്ട്, അധ്യാപനങ്ങൾ കൊണ്ട് വഹി ലഭിക്കപ്പെടുമ്പോൾ, വഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുള്ള സന്ദേശം ലഭിക്കപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു മനുഷ്യൻ നബിയായിത്തീരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതായത് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നുള്ള മനുഷ്യൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങുന്ന 5 ആയത്ത് ഇറങ്ങിയതോടുകൂടി എന്തായി, നബിയായി തീർന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എപ്പോഴാണ് റസൂലായി മാറിയത്? അതിനു മുമ്പ് ഒരു ചോദ്യം, എന്താ നബി റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബറക്കല്ലാഹ്, അതൊരു താരീഫാണ്, അതൊരു താരീഫാണ്. ബറക്കല്ലാഹു ഫീക്കും. പക്ഷെ ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ് പറയുന്ന താരീഫ് അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലാഹു അലം. ഇപ്പൊ നമ്മളിപ്പോ നബിയുടെ താരീഫ് ഇപ്പൊ പറഞ്ഞെന്താ, എഴുതിയവർ എന്താന്ന് വായിച്ചേ? അറബി. മൻ ഊഹിയ ഇലൈഹി ബിശറഇൻ. അതിന്റെ കൂടെ ഉമിറ ബി തബ്ലീഗിഹി എന്നും കൂടെ എഴുതിയാൽ എന്തായി, റസൂലിന്റെ താരീഫായി. മൻ ഊഹിയ ഇലൈഹി ബിശറഇൻ വ ഉമിറ ബി തബ്ലീഗിഹി ആണ് ആര്, റസൂല്. എന്ന് വെച്ചാല് ഒരു ശറഅ കൊണ്ട് വഹി നൽകപ്പെടുകയും ചെയ്തു, ആ ശറഅ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള ആൾക്കാണ് റസൂൽ എന്ന് പറയും. എന്ന് വെച്ചാല് നമ്മളിപ്പോ ഈ പറഞ്ഞ ആയത്തിനെ എടുക്കാം, നമുക്ക് മനസ്സിലാൻ വേണ്ടി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ആ ആയത്തുകൾ ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടെ ശറഅ കൊണ്ട് വഹി ലഭിക്കപ്പെട്ടു. പക്ഷെ അവിടെ ആ ആയത്തുകളൊന്നും എന്ത് കൽപ്പനയില്ല, അത് മറ്റൊരാൾക്ക് കൽപ്പിക്കാനോ വിലക്കാനോ ഒരു കൽപ്പന ആയത്തുകൾ ഒന്നിലുമില്ല. പിന്നീട് ഈ ആയത്ത് ഇറങ്ങി കുറച്ചു കാലം വഹി ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടായി, വഹി വന്നിട്ടേ ഇല്ല. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏതായത്ത് ഇറങ്ങുന്നത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. അവിടെ നിന്ന് ഒരു എത്ര ആയത്തുകൾ ഓർമ്മയില്ല, കുറച്ച് ആയത്തുകൾ ഇറങ്ങുന്നത്. ആ ആയത്തിൽ എന്തിനുള്ള കൽപ്പനയാണ്, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, ശിർക്കിനെ തൊട്ട് താക്കീത് ചെയ്യാൻ, എല്ലാ ജീവിതത്തിലെ എല്ലാ അമലുകളും തൗഹീദ് കൊണ്ടുവരാൻ. അവിടെ കൽപ്പന വരുന്നത് സ്വന്തത്തെ മാത്രമല്ല മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യും, ബാധിക്കുന്ന രൂപത്തിലാണ്. അതിന്റെ അർത്ഥം എന്താ, ആ ആയത്തോടുകൂടെ റസൂലായി, ആ ആയത്തോടുകൂടെ റസൂലായി. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് കുറച്ച് റസൂലല്ലാത്ത കുറച്ച് നബിമാരുടെ പേര് പറഞ്ഞേ. അല്ലല്ലോ, യാക്കൂബ്, യൂസുഫ്, ആദൻ നബി അല്ലെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ആദൻ നബി ഏറ്റവും നല്ല ഉദാഹരണമാണ്. കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ശറഅ കൊണ്ട് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് മറ്റേ എത്തിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അദ്ദേഹത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ, മക്കൾ ശുദ്ധ പ്രകൃതിയിലാണ്, തൗഹീദിലായിക്കൊണ്ട് ശരിയായ രൂപത്തിലാണ്. അതുപോലെ തന്നെ മൂസാ നബിയുടെ കാലഘട്ടത്തിന് അദ്ദേഹത്തിന്റെ ഈസാ നബിന്റെ ഇടയിൽ ഒരുപാട് റസൂലുമാരല്ലാത്ത ഒരുപാട് നബിമാര് കടന്നുപോയിട്ടുണ്ട്. സുലൈമാൻ നബി ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ അയ്യൂബ് നബി, ഒരുപാട് നബിമാരെ പണ്ഡിതന്മാർ പറയുന്നു. പക്ഷെ ഹാറൂൻ നബിയൊന്നും എന്തല്ല, റസൂല് നബി മാത്രല്ല, റസൂലല്ലാത്ത ഒരാളല്ല. യാക്കൂബ്, അതുപോലെ തന്നെ യൂസുഫ്. പക്ഷെ യൂനുസ് നബി ഒന്നും എന്തല്ല,
യൂനുസ് നബി തബ്ലീഗ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടാണ്. നമുക്ക് ആ സംഭവം അറിയില്ലേ, അദ്ദേഹം പിന്തിരിഞ്ഞു പോയ സന്ദർഭം. Amin. അപ്പോ അത് ഈ ഒരു താരീഫിൽ പറയുമ്പോ കേട്ടോ, ഇനി വേറൊരു ഇഖ്തിലാഫുള്ള വിഷയമാണ്. അല്ലാഹു അലം. പിന്നെ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഈ 23 വർഷക്കാലഘട്ടത്തിനിടയിലായിക്കൊണ്ടാണ്. അപ്പോ ചില സന്ദർഭങ്ങളിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുക ചില പ്രത്യേക കാരണങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ചിലത് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. ഓരോ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, പല ആയത്തുകളായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന, അങ്ങനെ മിക്ക ആയത്തുകളും അങ്ങനെയാണ്. മിക്ക ആയത്തുകളും അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ വേറെ ചില ആയത്തുകൾക്ക് അതിന് പ്രത്യേക കാരണം, സാഹചര്യം, സന്ദർഭമൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുക, ആൾക്കാർ വന്ന് ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുക, ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കുക. ഇപ്പോ യസ്അലൂനക അനിൽ അഹില്ല, മാസപ്പിറവിയെ സംബന്ധിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ, അപ്പൊ അതിന് ചോദിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ മറുപടി പറയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്ത്, റൂഹിനെ സംബന്ധിച്ച് ജൂതന്മാരെന്ത് ചെയ്യുന്നുണ്ട്, ജൂതന്മാരിൽപ്പെട്ട കുറച്ച് ആളുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് റൂഹ് എന്താണ്, റൂഹിനെ പറ്റി വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം മിണ്ടാതിരിക്കും. ഒരു ജൂതന്മാർക്ക് മനസ്സിലാവും വഹി ഇറങ്ങാം, കാരണം ഒന്നും മിണ്ടൂല, ഉടനത്തെ മറുപടി കൊടുക്കൂല. എന്നിട്ട് കുറച്ചു നേരം ഉടനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കഴിഞ്ഞിട്ട് ആയത്ത് നേരെ ഓതുക ചെയ്യും. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. റൂഹ് എന്നുള്ളത്, റൂഹിനെ പറ്റി നിന്നോട് അവർ ചോദിക്കുന്നുണ്ട്, നീ പറയുക എന്ത്, റൂഹ് എന്നുള്ളത് അള്ളാഹുവിന്റെ കാര്യത്തിൽപ്പെട്ടാണ്. എന്നുവെച്ചാൽ അവന് മാത്രമേ അതിനെപ്പറ്റി അറിയുള്ളൂ വിശദമായിട്ട്. നമ്മളിൽ റൂഹുള്ളതുകൊണ്ടാണ് നമ്മൾ ജീവനോട് ഇരിക്കുന്നത്. പക്ഷെ റൂഹിന്റെ രൂപം എന്താണ്, അതെ, നമ്മളിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്. ഉറങ്ങുമ്പോൾ റൂഹ് നമ്മളിൽ നിന്ന് വിട്ട് പോകുന്നുണ്ട്, ഉണരുമ്പോൾ നമ്മളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ വല്ലാത്തൊരു അതാണ് നമുക്കതിന്റെ എന്താണ് വിശദാംശങ്ങൾ നമുക്ക് അറിയില്ല, നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യത്തിന് പോലും നമുക്ക് സാധിക്കില്ല. അപ്പൊ അത് അങ്ങനെയാണെന്ന് പറഞ്ഞ അള്ളാഹുടെ ആയത്തിറക്കുക. അപ്പൊ ഇതൊക്കെ അതുപോലെ തന്നെ ഈ തബൂക്ക് യുദ്ധത്തില് മുനാഫിക്കുകള് സഹാബത്തിനെ കളിയാക്കുന്ന ഒരു സന്ദർഭം. വെച്ചാല് ഇത്രയധികം തീറ്റ കൊതിയന്മാരും പേടിത്തൊണ്ടന്മാരായിട്ട് ഒരു ആളുകൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു തബൂക്ക് യുദ്ധത്തില്. ഓർമ്മയില്ല? അപ്പോഴാണ് ഏതായത്ത് ഇറങ്ങുന്നത്? അതിന് കുറച്ചുകൂടി മുമ്പ് അവിടെ അതിന് കുറച്ചുകൂടി മുമ്പ് മലയിൻ സാലത്തഹും ഓർമ്മല്ല. ഇന്നമാ കുന്ന നഖൂദു വനലഅബ് ഖുൽ ബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹസിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. ഈ ആയത്ത് ഈ കളിയാക്കി കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. എന്നുവെച്ചാൽ ചിലതിന് ഓരോ സാഹചര്യങ്ങളുണ്ടാവും. വലൈക്കും അസ്സലാം. ചിലത് തുടക്കത്തിൽ തന്നെ സാധാരണഗതിയിൽ ഇറങ്ങുന്നതായിരിക്കും, ചിലതിന് പ്രത്യേക സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാവും. അപ്പൊ ഈ നമ്മൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാല്, നമ്മൾക്ക് ഇത്തരം ആയത്തുകൾ, അതായത് കാരണങ്ങളുള്ള സബബുൻ നുസൂൽ എന്നാ പറയാം, ഇത്തരം കാര്യങ്ങൾക്ക് സബബുൻ നുസൂൽ. ഈ സബബുൻ നുസൂലുള്ള ആയത്തുകൾ, അതിന്റെ ഇറങ്ങാനുള്ള പശ്ചാത്തലം അറിയാത്ത ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ വെച്ചാൽ അത് മനസ്സിലാക്കാതെ അതിലെ ശരിയായ അർത്ഥം ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, തിരിച്ചറിയാൻ സാധിക്കൂല.
ഈ ഇറങ്ങാനുള്ള അവതരിക്കാനുള്ള പശ്ചാത്തലം അറിയാത്ത ഒരാൾക്ക് അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കൂല. ചിലപ്പോൾ ഭാഷയിൽ നല്ല കഴിവുള്ള ആളാണെങ്കിൽ പോലും സാധിക്കൂല. ഉദാഹരണത്തിന് ഏറ്റവും നല്ല തെളിവാണ് ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് അമൻ ഹജ്ജൽ ബൈത ഔ യഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ. ഈ ആയത്തിന്റെ നേർക്ക് നേരിൽ അർത്ഥം എന്താ? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും രണ്ട് മലകളാണ്. ഇത് രണ്ടും അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, പക്ഷെ ദീനിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. എന്നിട്ട് ബാക്കി പറയുന്ന എന്താ? ഒരാൾ ഫമൻ ഹജ്ജൽ ബൈത ഔ യഅ്തമറ, ആരെങ്കിലും ഹജ്ജ് ചെയ്യുക അല്ലെങ്കിൽ ഉംറ ചെയ്യുക ചെയ്താൽ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ, അവന്റെ മേൽ കുറ്റമില്ല. എന്തിന്? അത് രണ്ടിന്റെയും ഇടയിൽ തവാഫ് ചെയ്യുന്നതിന് എന്തില്ല? അവന്റെ മേൽ കുറ്റമില്ല. അപ്പൊ ഇത് കേട്ടാൽ എന്താ മനസ്സിലാവാ? പ്രത്യക്ഷത്തിൽ എന്താ മനസ്സിലാവാ? ഹറാമല്ല. തവാഫ് എന്താണ്? സഫാ മർവകൾക്കിടയിൽ സഈ നടത്തൽ എന്തല്ല? ഹറാമല്ല എന്നാണ് പ്രത്യക്ഷത്തിൽ കിട്ടുക. എന്നുവെച്ചാൽ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ശരിക്കും അതിന്റെ വിധി എന്താ? ചെയ്യണം, നിർബന്ധമാണ്. ചെയ്യല് നിർബന്ധമാണ്. ഈ ഒരു പ്രശ്നം നമുക്ക് ഈ തെറ്റിദ്ധാരണ അർത്ഥത്തിൽ വരുന്ന എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാ? ഇതിന്റെ സബബുൻ നുസൂൽ അറിയാത്തോണ്ടാണ്. ഇത് അവതരിക്കാനുള്ള പശ്ചാത്തലം അറിയാത്തോണ്ടാണ്. എന്താ അവതരിക്കാനുള്ള പശ്ചാത്തലം എന്താ? മക്കാ മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? സഫയും മറുവയെയും തെറ്റായ രീതിയിൽ അതിനെ മഹത്വവൽക്കരിക്കുകയും തെറ്റായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയൊക്കെ ചെയ്യാറുണ്ട്. ഷിർക്കിന്റെ പല തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്താറുണ്ടായിരുന്നു. അപ്പോ ഇസ്ലാമിലേക്ക് വന്നപ്പോ മക്കാ മുശ്രിക്കീങ്ങൾ മുമ്പ് അതിനെ തെറ്റായ രീതിയിൽ ആദരിച്ചിരുന്നതാണല്ലോ. അപ്പോ അവര് തെറ്റായ രീതിയിൽ ആദരിച്ചത് കൊണ്ട് ഇവർക്ക് അതിനെ ആദരിക്കാനൊരു പേടി. നമ്മൾ അതുപോലെ ചെയ്താൽ അത് അന്ധവിശ്വാസങ്ങൾ നമ്മൾ പിൻപറ്റലാവോ, ഷിർക്കിന്റെ ലാഞ്ചന കടന്നു, അങ്ങനെ പേടിച്ച് ഇവർ നിൽക്കുമ്പോൾ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ആയത്തിറങ്ങുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ അതിന് തവാഫ് ചെയ്താൽ, സഈ ചെയ്താൽ അതിൽ കുറ്റമില്ല. എന്നുവെച്ചാൽ അവരുടെ ഷിർക്കിനെ നിങ്ങൾ പിൻപറ്റലാവൂല, അനുകരിക്കലാവൂല എന്ന ആയത്തിറങ്ങുന്നത് അപ്പോഴാണ്. മനസ്സിലായോ? അപ്പോ ഏതൊരായത്തിനും അവതരണ പശ്ചാത്തലമുണ്ടോ ആ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഖുർആന് നമ്മൾ സൂറത്തുകൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് തഫ്സീറൊക്കെ നോക്കുമ്പോൾ, ഓരോ സൂറത്തുകൾ കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? സൂറത്തുൽ ഫാത്തിഹ മക്കിയ, സൂറത്തുൽ ബഖറ മദനിയ. എന്താ ഈ മക്കിയ മദനി എന്ന് പറഞ്ഞ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിക്കപ്പെട്ട സൂറത്തുകൾക്കാണ് എന്ത് പറയാ? മക്കിയായ സൂറത്ത് എന്ന് പറയും. ഹിജ്റ പോയതിനു ശേഷം അവതരിക്കപ്പെട്ട സൂറത്തുകൾക്കാണ് മദനിയായ സൂറത്തുകൾ എന്ന് പറയാം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? മക്കിയും മദനിയും. മക്കിയായ സൂറത്തുകൾ എന്തുണ്ടാവൂല? വിധിവിലക്കുകൾ വളരെ കുറവായിരിക്കും. മൊത്തം എന്തായിരിക്കും? നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കൂടുതൽ നബിമാരുടെ ചരിത്രം വന്നിട്ടുള്ള ഏത് സൂറത്തുകളിലാ? മക്കിയായ സൂറത്തുകൾ. എന്തിനാണ്? പ്രത്യേകിച്ച് മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. പ്രത്യേകിച്ച് മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവും മക്ക കാലഘട്ടവും തമ്മിൽ വളരെ വലിയ സാമ്യമുണ്ട്. കാരണം അവിടെ നിന്ന് ഫിർഔന്റെ ഏറ്റുവാങ്ങുന്ന പോലെ പ്രയാസങ്ങൾ ആർക്ക് ഏറ്റുവാങ്ങുന്നുണ്ട്? സ്വഹാബത്തെ ഏറ്റുവാങ്ങുന്നുണ്ട്. അവിടെ മൂസ അലൈഹി ഇസ്ലാം ഫിർഔനെ അതിജയിച്ചത് എങ്ങനെയാ? ശക്തി കൊണ്ടാണോ? അല്ലല്ലോ. ആ പാഠം, സബറിന്റെ, ക്ഷമയുടെ പാഠം, ആ പാഠം ഇവർക്ക് എങ്ങനെ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു അവതരിപ്പിച്ചോളൂ, ഇവരെ ആശ്വസിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മുശ്രിക്കീങ്ങളുടെ ഓരോ പരിഹാസങ്ങള്, ചീത്തവിളികള്, അതുപോലെ ഇരട്ടപ്പേരുകള്, ഇങ്ങനെ പലതരത്തിലുള്ള ഇവരുടെ ഓരോ തോന്നിയാസങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ തന്നെ ശക്തമായ രൂപത്തിൽ മറുപടി എന്തിലുണ്ട്? മക്കിയായ സൂറത്തുകൾക്കാണ്. അതുകൊണ്ട് തന്നെ മക്കിയായ സൂറത്തുകളുടെ അതിലെ ആയത്തുകളുടെ വലിപ്പം കുറവായിരിക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചെറിയ ചെറിയ ആയത്തുകളായിരിക്കും, പക്ഷെ കടുകട്ടിയിട്ടുള്ള പ്രയോഗങ്ങളായിരിക്കും, ശക്തമായ പ്രയോഗങ്ങളായിരിക്കും. പക്ഷെ മദനിയായ സൂറത്ത് നേരെ തിരിച്ചാണ്.
വലിയ ആയത്തുകളായിരിക്കും. ഈ ഖുറാൻ ഹിഫദാക്കുകൾക്കൊക്കെ അറിയാം, ഹിഫദാക്കാൻ പ്രയാസപ്പെടുന്ന ആയത്തുകളൊക്കെ മദനിയായിരിക്കും. പ്രത്യേകിച്ച് വിധിവിലക്കുകൾക്ക്, ഈ ഇൽമുൽ മിറാസ്, അനന്തരാവകാശം, അര, കാല്, ഇങ്ങനെ 1/3 ഇങ്ങനെ ഈ വിധിവിലക്കുകളൊക്കെ വിശദമായി ചർച്ച ചെയ്യുക ഏതിലാ? മദനിയായ സൂറത്തുകളിലാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ എന്തിനാണ് ശരിക്കും പഠിക്കുന്നതെന്ന് വെച്ചാൽ, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള അടിത്തറ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മക്ക കാലഘട്ടത്തിൽ ആദ്യത്തെ ഒരു 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പൊതുവായിട്ടുള്ള സ്വഭാവ മര്യാദകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ദീനിന്റേതായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസകാര്യങ്ങളാണ്. തൗഹീദ് എന്നുവെച്ചാൽ ബാക്കിയുള്ള കാലഘട്ടത്തിൽ തൗഹീദ് ഇല്ല എന്നല്ല, മരിക്കും വരെ തൗഹീദ് തന്നെ പറഞ്ഞിരുന്നു. ദീനുൽ ഇസ്ലാം തൗഹീദിന്റെ ദീനാണ്. അപ്പോൾ ഈ മക്ക കാലഘട്ടത്തിൽ ആദ്യത്തെ ഈ ഒരുപാട് വർഷക്കാലം നമുക്ക് അതുകൊണ്ട് തന്നെ മക്കിയായിട്ടുള്ള സൂറത്തുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ദീനിന്റെ അഖീദയിൽ സ്ഥിരപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അഖീദയ്ക്ക് ശരിക്ക് അതിന്റെ ബേസ് സ്ഥാപിക്കുന്ന ആയത്തുകൾ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മക്കിയായിട്ടുള്ള സൂറത്തുകൾ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ മക്കിയായിട്ടുള്ള സൂറത്തുകൾ മുഴുവനും വിശ്വാസപരമായിട്ടുള്ള അടിത്തറ വാകലും, അതിന് മറ്റുള്ളവരുണ്ടാക്കുന്ന ശുഭഹത്തുകൾ, അത് സംശയങ്ങൾ, അതിന് മറുപടി പറയലും, ഇങ്ങനെയുള്ള വിശ്വാസപരമായിട്ടുള്ള അടിത്തറയാണ് അവിടെ കാണാൻ സാധിക്കുക, മക്കിയായ സൂറത്തുകൾ കാണാൻ സാധിക്കുക. എന്നാൽ മദനിയായ സൂറത്തുകൾ അങ്ങനെയല്ല. കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് വിശ്വാസകാര്യങ്ങൾ വരും മദനിയായ സൂറത്തുകളിൽ. പക്ഷെ കൂടുതലും പരാമർശിക്കപ്പെടുക ഇങ്ങനെയുള്ള ഫിഖ്ഹിയായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള കർമ്മശാസ്ത്രപരമായിട്ടും ഉള്ള വിധിവിലക്കുകളും വിശദമായ ചർച്ചകളൊക്കെയാണ് മദനിയായ സൂറത്തുകൾ കൂടുതലായിട്ടും വരാം. പിന്നെ ഒരു കാര്യം നമ്മൾ വളരെ ദീൻ പഠിക്കുന്ന വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞല്ലോ, 7-ാം ആകാശത്തുനിന്ന് 40-ാമത്തെ വയസ്സിലെ റമദാനിലെ ലൈലത്തുൽ ഖദറിൽ 1-ാം ആകാശത്തേക്ക് അവതരിപ്പിച്ചു. എന്തുകൊണ്ടാണ് ആ 1-ാം ആകാശത്തുനിന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് 23 വർഷ കാലഘട്ടമായിട്ട് അവതരിപ്പിക്കാനുള്ള കാരണം എന്താ? അവിടെ നിന്ന് എത്രയും ഇറക്കാൻ സാധിക്കെങ്കിൽ ആ റബ്ബിന് പിന്നെ താഴേക്ക് ഇറക്കാൻ നീ പണിയുണ്ടോ? ഒന്നാമത്തെ കാര്യം ബറക്കല്ലാ, ഓരോ സാഹചര്യത്തിൽ അത് കിട്ടും. എന്തായിരിക്കും? അത് ഓർത്തിരിക്കാനും എളുപ്പമാണ്, അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും എളുപ്പമാണ്, പ്രാവർത്തികമാക്കാനും എളുപ്പമാണ്. ശ്രദ്ധിക്കണേ, ആ ഒരു പ്രത്യേക അതിൻ്റെതായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ കിട്ടുമ്പോൾ ആ ആയത്ത് ശരിക്ക് മനസ്സിൽ ഓർത്തിരിക്കാനും അത് എങ്ങനെയാണ് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കേണ്ടതെന്ന് തിരിച്ചറിയാനും ജീവിതത്തിൽ അമലാക്കാനും എന്താണ് എളുപ്പമാണ്. ഈ എളുപ്പം എവിടെ കിട്ടൂല? ആദ്യമേ തന്നെ മൊത്തത്തിൽ അവതരിച്ചാൽ കിട്ടൂല. രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ 3 ഫായിദ, 4-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിങ്ങനെ ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. ദീൻ പഠിക്കുന്നവരെ ശ്രദ്ധിക്കണം. കുഫാറുകൾ ചോദിച്ചു, ഇതേ ചോദ്യം കുഫാറുകൾ ചോദിച്ചു മക്ക കാലഘട്ടത്തിൽ. എന്താ ചോദിച്ചത്? ഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു ജുംലത്തൻ വാഹിദ. കുഫാറുകൾ ചോദിക്കുന്ന ചോദ്യം എന്താ? ഇതെന്തെങ്ങനെ കുറച്ച് അവിടെ ഒരു സൂറത്ത്, കുറച്ച് ആയത്ത്, ഇന്ന് കുറച്ച്, നാളെ പിന്നെ കുറച്ച്, പിന്നെ കുറെ കഴിഞ്ഞിട്ട് കുറച്ച്, എന്തിങ്ങനെ ഇറങ്ങുന്നത്? ഒറ്റയടിക്കാണ്ട് ഇറക്കിക്കൂടെ? ഇതാരും ചോദ്യ? മക്കാ മുശ്രിക്കുകൾ. ഇത് ഒറ്റയടിക്ക് കിട്ടിയാൽ അവരിങ്ങനെ ഈമാൻ സ്വീകരിച്ച് മുസ്ലിങ്ങളാവാനൊന്നുമല്ല, എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ച് ശുഭഹത്തുകൾ ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പൊ അള്ളാഹ് തിരിച്ചെന്താ മറുപടി പറഞ്ഞെന്താ? കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർത്തീല. അങ്ങനെ ഘട്ടം ഘട്ടം ഇറക്കുന്നത് എന്തിനാ? ലിനുസബ്ബിത ബിഹി ഫുആദക, നിന്റെ ഫുആദിന്, ഹൃദയത്തിന് സ്ഥിരത കിട്ടാൻ. എന്തതിനർത്ഥം? ആരാ പറയാം? നോക്കട്ടെ. അപ്പോ പല ആഗ്രഹങ്ങളും ഉണ്ടാവില്ല. മെല്ലെ 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 ശുദ്ധീകരിച്ചെടുത്തിട്ട് ഏറ്റവും നല്ല കൗമാര്യ വളർത്തിയെടുക്കണം. ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ? അല്ല, ഇവിടെ ഫുആദക, നിന്റെ ഹൃദയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
അല്ല, മുൻഗാമികൾക്കുള്ള കിതാബുകൾ ഒറ്റക്കാണ് ഒരുമിച്ചാണ് കൊടുത്തത്. പിന്നെ തൗറാത്തും ഇഞ്ചീലും അത് ആയിട്ട്. കാരണം എന്താണെന്ന് ചോദിക്കും. അവര് പിന്നെ അതിന് മുൻപൊരു മാതൃകയാണ്, അവർക്ക് മൊത്തത്തിൽ ഇത് അബ്സോർവ് ചെയ്യാൻ. ഇല്ല, കുറച്ചുകൂടി വ്യക്തത തന്നില്ല. അത് ശ്രദ്ധിക്കണ്ട. ദീൻ പഠിക്കുന്നവരെ അയ്യോ വറക്കവാഹക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? എന്താ? ദീൻ പഠിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഖുർആനെ പറ്റി അള്ള പഠിപ്പിച്ചിരുന്ന എന്താ? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. ഈ ഖൗൽ എന്നുള്ളത് സഖീലായി ഭാരമുള്ള ഖൗലാണ്. എന്നുവെച്ചാൽ കൈക്ക് കല്ല് ഭാരമുള്ളത് പോലെ തന്നെയാണ് എന്ത് ഖൽബിന് ഇൽമെന്നുള്ളത്. ശ്രദ്ധിക്കണേ, കൈക്ക് കല്ല് ഭാരമുള്ളത് പോലെ തന്നെയാണ് ഖൽബിന് ഇൽമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഒറ്റയടിക്ക് കുറെ ഭാരം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, താങ്ങൂല. അതിനെന്ത് ചെയ്യണം? ഘട്ടം ഘട്ടമായിട്ട്, കുറച്ച് കുറച്ചായിട്ട്. നമ്മളിപ്പോ വെയിറ്റ് ഒക്കെ എടുക്കുന്ന ജിംനേഷ്യത്തിലൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അറിയാം അല്ലേ? ആദ്യം പോയതും വലിയ വെയിറ്റ് എടുക്കോ? ഇല്ല, സാധിക്കൂല. ഏറ്റവും ചെറുത് അത് കുറെ എടുത്ത് ശീലിച്ച് പിന്നെ കുറച്ചുകൂടി വലുത്. അത് എന്തിനാണ് പറയുന്നത് വെച്ചാൽ ദീൻ പഠനത്തിലും ആ ഒരു ശ്രദ്ധ വേണം. ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂല. ഒരു ദർശനം വന്ന് അല്ലെങ്കിൽ ഒരു മാസം ഒരു കിതാബ് വായിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കൂല? ആലിമാവാൻ സാധിക്കൂല, പണ്ഡിതനാവാൻ സാധിക്കൂല. ഘട്ടം ഘട്ടമായി വളരെ സാവധാനം കുറച്ച് കുറച്ചായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് പഠിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് മറന്നുപോകും. അങ്ങനെ മറന്നു പോവാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ഇറക്കി കൊടുക്കുന്നത്. മറിച്ചത് അവിടെ സ്ട്രോങ്, അതാണ് ലിനുസബ്ബിത്താന്ന് പറഞ്ഞത്, അവിടെ ഉറപ്പിക്കാനാണ്. അങ്ങനെ ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഘട്ടം ഘട്ടം കുറച്ച് കുറച്ചായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് മുഴുവൻ സമയം ദീൻ പഠനത്തിൽ മുഴുക്കാതെ എന്തെങ്കിലും കളി തിരിയായിട്ട് തമാശയായിട്ട് സമയം കളയാനല്ല പറയാൻ. പഠിക്കുന്നത് കുറച്ച് പഠിച്ചത് എന്ത് ചെയ്യുക? പരമാവധി റിപ്പീറ്റ് ചെയ്ത് അത് എന്ത് ചെയ്യുക? മനസ്സിൽ സ്ട്രോങ് ആക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയാറുള്ളത് എന്താ? ഒരാള് ഒരേ വിഷയത്തിലുള്ള 2 പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ ഹൈറാണെന്ത്? ഒരേ പുസ്തകം 2 തവണ വായിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. നമുക്ക് പറ്റൂല. ഒരു പുസ്തകം എടുത്ത് പഠിപ്പിച്ച പുസ്തകം വീണ്ടും ഉസൂൽ സലസ വീണ്ടും എടുക്കാമെന്ന ഇതിപ്പോ എത്ര വട്ടം നമ്മൾ പഠിച്ചാണ് എന്നൊരു തോന്നൽ നമുക്ക് വരാം. അത് പഠിച്ചത് വീണ്ടും പഠിക്കുക. ഖുർആൻ ഹിഫ്ളാക്കുന്നതൊക്കെ അങ്ങനെ തന്നെ. ഹിഫ്ളാക്കിയത് വീണ്ടും മുറാജ ചെയ്തുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? നിങ്ങൾ സമയം അറിയിക്കണം കേട്ടോ. അയ്യോ, കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ന് നമ്മുടെ വീടുകളിലും മസ്ജിദുകളിലൊക്കെ എന്തുണ്ട്? മുസ്ഹഫ് ഉണ്ട് അല്ലെ? സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഉള്ള മുസ്ഹഫ് നമ്മുടെ എല്ലാവരുടെ കൈകളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഈ മുസ്ഹഫ് ഉണ്ടായിരുന്നോ? അപ്പൊ നമ്മൾ ഈ മുസ്ഹഫ് ഉണ്ടാക്കൽ ബിദഅത്തല്ലേ? എന്താ? മൗലിദ് കഴിച്ചാൽ മാത്രം ബിദഅത്താവുള്ളൂ എന്നുവെച്ചാൽ ഖുറാഫികൾ ചെയ്താൽ മാത്രം ബിദഅത്ത്, നമ്മൾ ചെയ്താൽ കുഴപ്പമില്ലെന്നാ? ശരി, മുസ്ഹഫ് ഉണ്ടോ? അപ്പൊ ബിദഅത്തല്ലേ? അതൊന്നും ശരിയായ മറുപടിയല്ല. അതിനുള്ള തേട്ടുണ്ടായിരുന്നു മാർഗം. അപ്പോ
താമസക്കാർ ഉരുണ്ട് കളിക്കുന്ന പോലെ നിങ്ങൾ ഉരുണ്ട് കളിക്കല്ലേ. കാലത്തിൽ തന്നെ അത് തർത്തീബ് വ്യക്തമായ നമ്മൾ തെളിവ് വ്യക്തമായിരിക്കണം. ഇങ്ങനെ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. ഒന്ന് ഖുലഫാ റാഷിദീൻ ശ്രദ്ധിക്കുക, ഒരു കാര്യത്തിന് ശ്രദ്ധിക്കണേ. ഒരു കാര്യം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അത് ചെയ്യാനുള്ള പ്രേരകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ട്. ശ്രദ്ധിക്കണേ, രണ്ട് കാര്യങ്ങളാണ് പ്രേരകം. ഒന്നാമത്തത്, അത് ചെയ്യുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ട്, പ്രേരകം, തടസ്സം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കാര്യം ഈ കാലഘട്ടത്തിൽ ചെയ്യലെന്താ? ബിദഅത്താണ്. വളരെ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആ കാര്യം ചെയ്യൽ ബിദഅത്താണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരകം തന്നെ ഇല്ല, പ്രേരകമേ ഇല്ല. ഈ കാലഘട്ടത്തിൽ അതിനുള്ള പ്രേരകം വന്നു. അപ്പൊ നമ്മൾ ആ കാര്യം ചെയ്യലെന്താ? ബിദഅത്താവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ശർഈയായ ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരകം തന്നെ ഇല്ല, ആ കാലഘട്ടത്തിലേ ഇല്ല. ഈ കാലഘട്ടത്തിൽ അതിനുള്ള പ്രേരകം വന്നു. ഈ കാലഘട്ടത്തിൽ ശർഈയായിട്ടുള്ളത്. അപ്പൊ അത് ചെയ്യലെന്താ? ബിദഅത്താവൂല. അതിനെന്താ പറയാ? അതിനാണ് മസാലിഹുൽ മുർസല എന്ന് പറയാം. ഈ മസാലിഹുൽ മുർസല ഇട്ടിട്ടാണ് എന്ത് ചെയ്യുക? ഈ ബിദഅത്തിന് പ്രചാരം ഉണ്ടാക്കുക. എന്ത് പറഞ്ഞിട്ടാണ് നാട്ടില്? ഈ മസാലിഹുൽ മുർസല പറഞ്ഞിട്ടാണ്. വളരെ ശ്രദ്ധിക്കണം. മസാലിൽ മുർസലും ബിദഅത്തും നമ്മൾ വ്യത്യാസം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഖുർആൻ ഒരു മുസ്ഹഫിലാക്കേണ്ട പ്രേരകം ഉണ്ടായിരുന്നോ? പ്രേരകം ഉണ്ടായിരുന്ന സാഹചര്യം പ്രേരകം ഉണ്ടായിരുന്നില്ല. പ്രേരകം ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? കൽബില് എല്ലാ ആളുകളും ഹിഫ്ളാക്കിയിട്ടുണ്ടായിരുന്നു. സ്വഹാബത്തിൽ എല്ലാവരും ഹിഫ്ളാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി പുതുതായി ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ അവർക്ക് ഹിഫ്ളാക്കി കൊടുക്കാൻ മുതിർന്ന സ്വഹാബികൾ അതിനായി ഒഴിഞ്ഞിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അതിനായിട്ട് അതുകൊണ്ടാണ് ഒരുപാട് ഹദീസ് ഇഖ്റഉൽ ഖുർആന അൻ അർബഈൻ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ പേര് എണ്ണി പറയുന്നതുകൊണ്ട് അവർ അതിനായിട്ട് ഒഴിഞ്ഞിരിക്കുന്ന ആളുകളാണ്. പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒഴിഞ്ഞിരിക്കുന്ന മുതിർന്ന സ്വഹാബികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രേരകം തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇത് എഴുതി രേഖപ്പെടുത്തി വെക്കും. അത് അള്ളാഹു സംരക്ഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് അള്ളാഹു നിശ്ചയിച്ചൊരു കാര്യം. പക്ഷെ അന്ന് അതിന്റെ ആവശ്യം, ഒരു മുസ്ഹഫിന്റെ ആവശ്യം അന്നുണ്ടായിരുന്നില്ല. എപ്പോഴാ ഈ പ്രേരകം വന്നെപ്പോഴാ? ഏത് യുദ്ധത്തില്? മറക്കവ യമാമ യുദ്ധത്തില് എന്ത് ചെയ്തു? ഖുർആൻ മനപ്പാടമായിരുന്ന എത്രയാണ് ഓർമ്മയില്ല, ഒരുപാട് 70 100 എണ്ണ ഓർമ്മയില്ല, അത്രയധികം വലിയൊരെണ്ണം സഹാബികൾ. അതെ. അപ്പോ ആ യുദ്ധത്തില് അത്രയധികം ഖുർആൻ മനപ്പാടമാക്കിയിരുന്ന ആളുകൾ ഒന്നിച്ചു കൊല്ലപ്പെട്ടപ്പോ ദീർഘവീക്ഷണം ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ ഓരോ യുദ്ധം ഇനിയും വരും, അതിനൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കൊല്ലപ്പെട്ടതിന് ഖുർആൻ മനപ്പാടമുള്ള ആളുകൾ ഭൂമിയിൽ എന്ത് ചെയ്യും? ഇല്ലാതായി പോയാൽ എന്താവും? പ്രശ്നമാണ്, അപകടമാണ്. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലും ഖുർആൻ ഇവിടെ സുരക്ഷിതമായി നിലനിൽക്കണം. അതിനെന്തെങ്കിലും മറുവഴി ഇപ്പൊ കാണണം, പിന്നീട് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അപ്പൊ അവിടെ ഒരു പ്രേരകം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു പ്രേരകം അവിടെ വരികയാണ്. നേരെ തിരിച്ച് മൗലിദിലേക്ക് വരിക. മൗലിദിന് പ്രേരകമായിട്ട് നമ്മൾ പറയണ്ട, അവര് തന്നെ പറയുന്ന എന്താ? അല്ലല്ല ഹുബ്ബുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്താണെന്ന് പറയാം. ശരി, അവര് തന്നെ പറയുന്നത് നമ്മൾ എടുക്കുക. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വഹാബത്തിന് മഹബത്ത് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഉറപ്പല്ലേ? അതിലാർക്കും സംശയമുണ്ടോ? സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ട അത്രയും ഒരാളും ഈ ദുനിയാവിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരാളെയും ഇനി ഒരാൾ ഇഷ്ടപ്പെടുകയില്ല. അത്ര എന്ത് ചെയ്തിരുന്നു? സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
ഇഷ്ടപ്പെട്ടിരുന്നു. ഇനി രണ്ടാമത്തെ പ്രേരകമുണ്ട്, തടസ്സം നോക്കാം. അവർക്ക് ഈ നബിദിനം ആഘോഷിക്കാൻ എന്തെങ്കിലും ഇന്ന് നടത്തുന്ന പോലെ ഈ ബാൻഡ് സെറ്റും ഡാൻസും മറ്റു കാര്യങ്ങളൊക്കെ ആക്കി നടത്താൻ അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നോ? മക്ക കാലഘട്ടത്തിൽ തടസ്സങ്ങൾ ഉണ്ടെന്ന് പറയാം, ഓക്കെ, തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. മദീന കാലഘട്ടത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നോ? പക്ഷെ മദീന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വർഷം 10 വർഷക്കാലത്തിൽ ഏതെങ്കിലും ഒരു വർഷം റബീഉൽ അവ്വൽ 12-ന് അവർ ഈ ആഘോഷങ്ങൾ നടത്തിയിരുന്നു. അപ്പോ ഈ കാലഘട്ടത്തിൽ അത് നടത്തലെന്താ? ബിദഅത്താണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഈ പ്രേരകങ്ങളും തടസ്സങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മനസ്സിലാവുന്ന ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഈ കഅബയുടെ 4 അതിർവരമ്പുകൾ, ഇതിനെ ഖവായിദ് ഇബ്രാഹിം എന്ന് പറയാം. ഖവായിദ് ഇബ്രാഹിം, വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ, ആ ഖവായിദ് ഇബ്രാഹിം. ഈ ഖവായിദുകളാണ് ശരിക്കും ശർഈയായിട്ടുള്ള കഅബയുടെ അതിര്. കഅബയുടെ 4 അതിരുകൾ ഈ ഇബ്രാഹിം നബിയുടെ ഖവായിദുകളാണ്. ഈ ജാഹിലിയത്തിലെ മക്ക മുശ്രിക്കുകൾ ജീവിച്ചിരിക്കുമ്പോൾ ജാഹിലിയത്തിലെ മക്ക മുശ്രിക്കുകൾ ഇത് പുനർനിർമ്മിക്കുകയാണ്. കാബ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായപ്പോ പുനർനിർമ്മിച്ചപ്പോ അവരിലെ ഹലാലായ സമ്പത്ത് എന്ത് ചെയ്തു? ഇത് ഖവായിദ് ഇബ്രാഹിമിൽ നിർമ്മിക്കാനുള്ള അവർക്ക് അത്ര പോരാ, സമ്പത്തില്ല, ഫണ്ടില്ല. കാരണം മൊത്തം ഹറാമാണ്. ഹറാമായ സമ്പത്ത് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അപ്പൊ ഹറാമായത് ശേഖരിച്ചപ്പോ അവർക്കത് തികയാതായപ്പോ 3 വശങ്ങൾ മാത്രം എന്ത് ചെയ്തു? ഖവായിദ് ഇബ്രാഹിമിൽ ചേർത്ത് വെച്ചു. 4-മത്തേത് കുറച്ചങ്ങോട്ട് ഉള്ളിലേക്കാക്കി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നെന്താ? മക്കം ഫത്ഹിന് ശേഷം പറയണത്, ഈ ആളുകൾ മക്കക്കാര് പുതുതായി ഇസ്ലാം സ്വീകരിച്ചവരല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഇത് ഖവായിദ് ഇബ്രാഹിമിൽ ഞാൻ പുനർനിർമ്മിച്ചേനെന്ന് പറയും. അപ്പൊ അവിടെ എന്തുണ്ട്? പ്രേരകമുണ്ട്. ശ്രദ്ധിക്കണേ, ശർഈയായിട്ടുള്ള പ്രേരകം അവിടെ ഉണ്ട്. കാരണം ഖവായിദ് ഇബ്രാഹിം നിർമ്മിക്കുക എന്നുള്ളത് ശറആക്കപ്പെട്ട കാര്യമാണ്. കാരണം ശരിക്കുള്ള അതിന്റെ അതിർവരമ്പ് അതാണ്. പക്ഷെ തടസ്സം എന്തായിരുന്നു? പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അവരെന്ത് ചെയ്യും? മുഹമ്മദ് കാബ വിളിക്കുന്നേ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഇസ്ലാം അവർ പിന്തിരിഞ്ഞു കളയാൻ സാധ്യതയുണ്ട്. പിന്നീട് ആ തടസ്സം മാറിയോ? മാറിയപ്പോ പല ഖലീഫമാരും എന്ത് ചെയ്തിട്ടുണ്ട്? പുനർനിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ചെയ്തത് എന്താവൂല? ബിദഅത്ത് ആവൂല. അതുപോലെ തന്നെ ഒരു ഉദാഹരണമാണ് എന്ത്? നിങ്ങൾക്കിത് ബിദഅത്തിന്റെ വിഷയമല്ലാതെ നാട്ടിൽ ശുബഹത്തുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത്. നമ്മുടെ ഖുർആൻ തഫ്സീറുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ജുമുഅക്ക് 2-മത്തെ ബാങ്ക് കൊടുക്കുക ബിദഅത്താണോ? എന്തുകൊണ്ടല്ല? പ്രേരകം ഉണ്ടായിരുന്നില്ലോ, തടസ്സം ഉണ്ടായിരുന്നില്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ പ്രേരകം ഉണ്ടായിരുന്നില്ലേ? എന്താ പ്രേരകം ഉണ്ടായിരുന്നില്ല പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നില്ല? മുസ്ലിമീങ്ങളുടെ അതിർവരമ്പും ആൾ പെരുപ്പവും ഇത്രയധികം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോൾ വളരെയധികം വർദ്ധിച്ചു. ഇത്രയധികം ആളുകളിലേക്ക് ഈ ബാങ്ക് കൊടുക്കുന്നത് സമയം കൃത്യമായി അറിയിക്കാൻ ഇന്നത്തെ പോലെ മൈക്രോഫോണും മറ്റു സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ശരിക്കുള്ള ജുമാന്റെ അദാനിന് മുമ്പ്, ഒരുപാട് സമയം മുമ്പ്, ഈ ആളുകൾ ഒരുപാട് കൂടുന്ന സ്ഥലത്ത്, അതായത് ടൗണിന്റെ നടുവില് ഒരു ബാങ്ക് നേരത്തെ കൊടുക്കേണ്ട ഒരു ആവശ്യം, പ്രേരകം അവിടെ വന്നു. അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രേരകാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രേരകാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തു. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തില്ല, അപ്പൊ നമുക്കും ചെയ്യാം. എങ്ങനെയല്ല, അവിടെ പ്രേരകം ഉണ്ടായിരുന്നില്ല, അതുപോലെ ചെയ്തു. മസാലിഹുൽ മുർസലാണ്. അതെന്തല്ല? ബിദഅത്തല്ല. അത് ബിദഅത്തല്ല. മറ്റൊരു ഉദാഹരണം പറയാറെന്താ? തറാവിഹ് നിസ്കാരം അല്ലെ? നിഅമത്തുൽ ബിദഅത്തു ഹാദിഹി, എത്ര നല്ല ബിദഅത്താണെന്ന് പറയാറ്. അത് ബിദഅത്താണോ തറാവിഹ് നിസ്കാരം? പിന്നെന്താ ഉമർ റളിയല്ലാഹു അൻഹു ബിദഅത്താണെന്ന് പറഞ്ഞു? ഭാഷാപരമായിട്ട് അത് ബിദഅത്താണ്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ പുതിയ കാര്യം. അത്രയും കാലം എന്തായിരുന്നില്ല? അതുണ്ടായിരുന്നില്ല. പക്ഷെ അത് ശരിക്കും ശർഈൽ ബിദഅത്താണോ? എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു, സുന്നത്തുള്ള കാര്യം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുടരാതിരുന്നത് എന്തുകൊണ്ടാ? അതാണ് തടസ്സം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ വാജിബാക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് പ്രയാസാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? നിർത്തിവെച്ചു.
പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? കാരണം പിന്നെ വഹി ഇറങ്ങൂല. അപ്പൊ ഈ വിഷയം ശരിക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് ശുഭഹത്തുകൾ പെട്ടുപോകും. അപ്പൊ നമ്മള് തഫ്സീറിന്ന് ബിദഅത്തിലേക്ക് പോയില്ലേ. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ സമയം ആയിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാല്, നമുക്ക് ദീനിന്റെ ഏതൊരു വിഷയത്തിലും അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടെന്നുള്ളത് നമുക്ക് അറിയില്ലെങ്കിൽ പറയാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അടിസ്ഥാനത്തിൽ വരുന്ന ഏറ്റവും ഒന്നാമത്തെ വിഷയമാണ് എന്ത്? ആയത്തുകളുടെ അർത്ഥം എന്നുള്ളത്. അത് വളരെ ശ്രദ്ധിക്കണം. ഇന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത് എന്താ? ഖുർആനിന്റെ ശരിയായിട്ടുള്ള അങ്ങനെ തന്നെ അർത്ഥമാണ് എന്തിലുള്ളത്? പരിഭാഷയിലുള്ളതെന്നാണ്. മലയാളം പരിഭാഷ വായിക്കുന്നവരുണ്ടാവാം, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കുന്നവരുണ്ടാവാം. ശ്രദ്ധിക്കുക, ട്രാൻസ്ലേഷനും പരിഭാഷയല്ല ഖുർആന്റെ അർത്ഥം. അത് ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം നേർക്ക് നേരെ 100% പ്രകടിപ്പിക്കാൻ എന്ത് ചെയ്യില്ല? ഒരിക്കലും പരിഭാഷയ്ക്ക് സാധിക്കൂല. തഫ്സീറിന് തന്നെ പല പണ്ഡിതന്മാരും പൂർണ്ണമായിട്ട് സാധിക്കൂല പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്, തഫ്സീറിന് പോലും. അപ്പൊ പിന്നെ എങ്ങനെ പരിഭാഷയ്ക്ക് സാധിക്കുക? ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാല്, പല ആളുകളും ദീനിനെ വായിച്ച് മനസ്സിലാക്കുന്നത് പരിഭാഷയിലൂടെ. നമുക്ക് ചിലപ്പോൾ ഒരു ലൊറൂറത്തിന് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, അതൊരു ചെറിയൊരു സഹായകമായേക്കാം. പക്ഷേ അത് പഠിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഈ പരിഭാഷയുടെ അടിസ്ഥാനത്തിലാണെങ്കിലോ ഒരിക്കലും ശരിയായ നിലപാടല്ല. വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇനി പരിഭാഷ അല്ലാന്ന് വെക്കാം. ഒരാൾ അറബി ഭാഷയൊക്കെ പഠിച്ചു അല്ലെ, നിങ്ങൾ അറബി ഭാഷ പഠിക്കുന്നവരാണല്ലോ. ദുറൂസുൽ ലുഗ അല്ലെങ്കിൽ മറ്റുള്ള ആജറൂമിയോ മറ്റുള്ള അറബി ഭാഷ നഹ്വിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു. മുമ്പിൽ വലിയൊരു ഡിക്ഷണറി ഉണ്ട്, അറബി ഭാഷന്റെ വൊക്കാബുലറി നോക്കാൻ വലിയൊരു ഡിക്ഷണറി ഉണ്ട്. ഈ പഠിച്ച ഗ്രാമറും ഈ ഉള്ള മുമ്പിലുള്ള ഡിക്ഷണറിന്റെ വൊക്കാബുലറിയും വെച്ചിട്ട് ഖുർആന്റെ അർത്ഥം നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? പറ്റില്ല. വളരെ ശ്രദ്ധിക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിലല്ല ഖുർആൻ ഇറങ്ങിയത്. എന്ന് വെച്ചാൽ അറബികൾക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെയാണ് ഖുർആൻ ഇറങ്ങിയത്. അതിൽ യാതൊരു സംശയമില്ല. വളരെ എളുപ്പമാണ് ഖുർആൻ മനസ്സിലാക്കാൻ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് വെച്ചാൽ വളരെ ശ്രദ്ധിക്കണേ. അറബി ഭാഷ എന്നുള്ളത് മറ്റ് ഭാഷകൾ പോലെയല്ല. നമ്മൾ പറഞ്ഞു ശീലിച്ചിട്ടുള്ളതോ കേട്ട് ശീലിച്ചിട്ടോ ഉള്ളതായിട്ടുള്ള മറ്റ് ഭാഷകൾ പോലെയല്ല. ഒരുപാട് വലിയ വ്യത്യാസങ്ങളുണ്ട്. ചില അറബി വാക്കുകൾക്ക് നമുക്ക് മറ്റു ഭാഷകളിൽ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ കിട്ടൂല. അങ്ങനെ തന്നെയാണ്. നമുക്ക് ഏകദേശം ഒരു ആവറേജ് അങ്ങനത്തെ ഒരു അർത്ഥമേ കിട്ടുള്ളൂ. നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുന്ന ചില മീനിങ്ങൾക്ക്, ചില ആശയങ്ങൾക്ക് അറബി ഭാഷയിൽ 10-ലധികം വേർഡുകൾ കാണാൻ സാധിക്കും ഒരു മീനിങ്ങിന്. ഇങ്ങനെ വലിയ അന്തരങ്ങൾ എന്തുണ്ട്? മറ്റ് ഭാഷകളും അറബി ഭാഷയായിട്ടുണ്ട്. ഇത് നമ്മൾ പൊതുവെ പെട്ടെന്ന് കാണുന്ന അർത്ഥം തിരഞ്ഞെടുക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാല് വളരെ അടിസ്ഥാനപരമായിട്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആ ഒരു വിഷയത്തിലേക്ക് എത്താനാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. അതായത് ഖുർആനിലെ അടിസ്ഥാനപരമായിട്ട് 2 തരം ആയത്തുകളുണ്ട്. വളരെ ശ്രദ്ധിക്കണേ. ഖുർആനില് അടിസ്ഥാനപരമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മക്കി മദനി അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അതിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ 2 തരം ആയത്തുകളാണ്. ഒന്നാമത്തത് മുഹ്കമായിട്ടുള്ള ആയത്തുകൾ. രണ്ടാമത്തത് മുത്തശാബിഹായിട്ടുള്ള ആയത്തുകൾ. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബി വൗഖറു മുത്തശാബിഹാത്ത്.
അള്ളാഹു അവനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത്? ഈ കിതാബ് അവതരിപ്പിച്ചു തന്നത്. അതിലെന്തുണ്ട്? ആയാത്ത് മുഹക്കമത്തായിട്ടുള്ള ആയത്തുകൾ അതിലുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് ഈ കിതാബിന്റെ കൂടുതൽ. അങ്ങനെ വെച്ചാൽ ഖുർആനിലെ മിക്ക ആയത്തുകളും മുഹക്കമായിട്ടുള്ള ആയത്തുകളാണ്. എന്താണ് മുഹക്കം, മുത്തശാബിഹ തമ്മിലുള്ള വ്യത്യാസം എന്താ? മുഹക്കം എന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കണേ, ഇവിടെയാണ് നമ്മൾ പറഞ്ഞ പോയിന്റ് ഇവിടെ വരുന്നത്. മുഹക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ അതിൽ എന്താണോ മനസ്സിലാവുന്നത് അത് തന്നെയായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം. പ്രത്യക്ഷത്തിൽ എന്താണോ മനസ്സിലാവുന്നത് അത് തന്നെയായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം. എന്നാൽ മുത്തശാബിഹായിട്ടുള്ള ആയത്തുകൾ അങ്ങനെ ആയിരിക്കൂല. നമ്മൾ ഈ പരിഭാഷ വെച്ച് വായിച്ച് ദീൻ പഠിക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം വരാന്നറിയോ? എന്താ പ്രശ്നം വരാ? നമുക്ക് ഈ മുഹ്കമും മുത്തശാബിയും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂല. അവിടെയാണ് അപകടം പറ്റുക. നമ്മൾ ഈ പരിഭാഷയിൽ നിന്ന് അർത്ഥം കൊടുക്കുന്നത് മുഹ്കമ ആയത്തിന്റെയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരൂല. പ്രശ്നം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ മുത്തശാബി ആയിട്ടുള്ള ആയത്തിന്റെ അർത്ഥം എടുക്കുന്നെങ്കിലോ പ്രശ്നം വരും. അപ്പൊ ഖുർആൻ കൊണ്ട് എങ്ങനെ പ്രശ്നം വരാം? ഖുർആൻ ഹിദായത്തിനെ അവതരിപ്പിച്ചല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അള്ളാഹ് എന്താ പറഞ്ഞത്? ഖുർആനെ പറ്റി എന്താ പറഞ്ഞത്? ആരാ പറയാ? അല്ല, യുദില്ലു ബിഹി കസീറൻ വയഹദി ബിഹി കസീറ. അള്ളാഹ് ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു ഈ ഖുർആനെ കൊണ്ട് എന്ത് ചെയ്യും? അള്ളാഹു ഒരുപാട് പേരെ വഴിതെറ്റിക്കും. ഖുർആനിലൂടെ അള്ളാഹു ഒരുപാട് പേരെ എന്ത് ചെയ്യും? ഹിദായത്ത് കൊടുക്കുകയും ചെയ്യും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഖുർആൻ ഹിദായത്തിന്റെ ഗ്രന്ഥമാണ്, ശരിയാണ്. പക്ഷെ അള്ളാഹു എങ്ങനെയാണ് ഈ ഖുർആനെ സമീപിക്കുന്നത് പഠിപ്പിച്ചെന്ന രൂപത്തിൽ സമീപിച്ചിട്ടില്ലെങ്കിൽ വഴികേടിലേക്ക് എത്തിക്കും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു വാള് അല്ലെങ്കിൽ ഒരു ആയുധം അത് കയ്യിൽ കൊടുത്തിട്ട് പറയാണ് ഇത് വളരെ അമൂല്യമായിട്ടുള്ള ആയുധമാണ്, ഇത് ഏത് ഇരുമ്പിനെ എന്ത് ചെയ്യും? ഇത് 2 കഷ്ണമാക്കി മുറിച്ചു കളയും. ശത്രുക്കളുടെ മുന്നിൽ നിങ്ങൾക്ക് ഈ വാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട? ഒന്നിനെയും പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വാള് കൊടുക്കണം. ഇയാൾക്ക് ഈ വാൾ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ വാള് ഇയാളുടെ തന്നെ സ്വയം വധത്തിന് കാരണമായിത്തീരും. ഇതുപോലെ ഖുർആൻ എന്നുള്ള ഹിദായത്ത് തന്നെയാണ്. പക്ഷെ ഈ ഹിദായത്ത് അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് ഹിദായത്താക്കി മാറ്റേണ്ടത് എന്നുള്ളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതാണ് അള്ളാഹു അടുത്ത ആലുംറാനിലെ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നതാണ്. വളരെ ശ്രദ്ധിക്കണം. فَأَمَّا الَّذِينَ فِي قُلُوبِهِمْ زَيْغٌ فَيَتَّبِعُونَ مَا تَشَابَهَ مِنْهُ ابْتِغَاءَ الْفِتْنَةِ وَابْتِغَاءَ تَأْوِيلِهِ. വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഹൃദയങ്ങളിൽ രോഗമുള്ളവരെന്ത് ചെയ്യും? ശ്രദ്ധിക്കണേ. ശരിക്ക് സത്യം അന്വേഷിക്കാൻ, ഹക്ക് മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ തൃപ്തി കരസ്ഥമാക്കാൻ, സ്വർഗത്ത് പോകാൻ ആഗ്രഹമുള്ളവർ മുഹ്കമിന്റെ പിന്നാലെ പോകും. അള്ളാഹുവിന് ഹിദായത്ത് കിട്ടും. فَأَمَّا الَّذِينَ فِي قُلُوبِهِمْ زَيْغٌ ഹൃദയത്തിൽ രോഗമുള്ളവർ അവരെന്താ ചെയ്യുക? فَيَتَّبِعُونَ مَا تَشَابَهَ مِنْهُ അവരെന്തിന്റെ പിന്നാലെ പോവാ? മുത്തശാബിഹിന്റെ പിന്നാലെ പോകും. ശ്രദ്ധിക്കണം. അപ്പൊ അവർക്ക് പ്രത്യക്ഷത്തിൽ എടുത്തു കാണിക്കതാ ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പറയാം. ആയത്തുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടില് ഏറ്റവും വലിയൊരു തോന്നിയാസം പറയുന്ന ഒരാള്, അള്ളാഹു ആമലഹും അല്ലാഹു ബിമാ യസ്തഹിഖ്, അയാള് എല്ലാ തോന്നിയാസത്തിനും അല്ലെങ്കിൽ അവര് കാണിക്കുന്ന എല്ലാ ശുഭഹത്തുകൾക്കും തെളിവായിക്കൊണ്ട് പറഞ്ഞ ആയത്താണ്. ഏതായത്ത്? ആരാ പറയാ? ഫൽ മുദബ്ബിറാത്തി അംറ. ഫൽ മുദബ്ബിറാത്തി അംറ എന്താ ആയത്തിന്റെ അർത്ഥം? നേർക്കുന്നതിന്റെ അർത്ഥം എന്താ? എന്തർത്ഥം? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനല്ല, നിയന്ത്രിക്കുന്നവ. അവിടെ ബഹുവചനമാണ്, പ്ലൂറലാണ്, സിംഗുലർ അല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നേർക്കുന്നതിന്റെ അർത്ഥം എന്താ? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്ന ഒരാളല്ല, ഒരുപാട് പേരുണ്ടെന്നായി അർത്ഥം. അല്ലേ? അല്ലേ? പ്രത്യക്ഷത്തിലെ അർത്ഥം അതല്ലേ? ഈ ആയത്താണ് എന്ത് ചെയ്യുന്നത്? തെളിവ് പിടിക്കുന്ന. ഈ ആയത്തിന്റെ അർത്ഥം എന്താ? ശരിക്കുള്ള അർത്ഥം എന്താ?
മലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമ്പോൾ മഴ പെയ്യിക്കാൻ ഇവിടെ കൽപ്പന കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ മഴ പെയ്യിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള മലക്ക് അവിടെ മഴ പെയ്യിപ്പിക്കും. അതുപോലെ തന്നെ റൂഹ് പിടിക്കാൻ കൽപ്പിക്കുമ്പോൾ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കും. ഇങ്ങനെയുള്ള മലക്കുകൾ അവരെന്ത് ചെയ്യുന്നതില് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെ കൽപ്പനകൾ നടപ്പിലാക്കുന്നുണ്ട്. ആ മലക്കുകളെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കൽബിൽ രോഗമുള്ള ആളുകൾക്ക് പിടിക്കാൻ, മുന്നിൽ ഉയർത്തി കാണിക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ ഇഷ്ടം പോലെ വകകൾ എന്തുണ്ട്? ഖുർആനിലുണ്ട്. ഇത് നമ്മൾക്ക് ശരിക്കും നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ ഉള്ളതുപോലെ പോയാൽ പോരാ, ശരിക്കും ആഴത്തിൽ പഠിക്കണം. ഒന്നാമത്തെ കാര്യം എന്തിന്? ഈ മുത്തശാബിഹാത്തുകളും മുഹ്കമായിട്ടുള്ള ആയത്തുകളും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം, പഠിക്കുക തന്നെ വേണം. വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ പഠിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇനി നമ്മൾ പഠിക്കാനുള്ള നമ്മൾക്ക് സാഹചര്യങ്ങളില്ല, ജോലി തിരക്കുകളും മറ്റ് പ്രയാസങ്ങളാണെങ്കിൽ ഇത് പഠിച്ചിട്ടുള്ള ആളുകളുമായിട്ട് നല്ല അടുത്ത ബന്ധമാണ്. ഏതെങ്കിലും ഒരു ആയത്തിൽ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ഓതുന്ന ഈ മുദബ്ബിറാത്തി അംറ ഇങ്ങനെയൊക്കെ അർത്ഥം വെക്കുന്നുണ്ട്, ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കാൻ ആ വിഷയത്തിൽ അറിവുള്ള ഒരാളുമായിട്ട് നമുക്ക് വളരെ അടുത്ത ബന്ധമെങ്കിലും വേണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നും ഇല്ലാത്ത ഒരാൾ അള്ളാഹുസ്താൻ ഖുർആൻ കൊണ്ട് വഴിതെറ്റിപ്പോവും. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിഭാഷകൾ നോക്കി എന്ത് ചെയ്യരുത്, വായിച്ച് ദീൻ മനസ്സിലാക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദീൻ മനസ്സിലാക്കാൻ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ രൂപത്തിൽ ഈ മുഹ്കമായിട്ടുള്ള ആയത്തുകളെ, മുത്തശാബിഹാത്തുള്ള ആയത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാരോട് എന്ത് ചെയ്യുക, ആയത്തുകളുടെ അർത്ഥം ചോദിക്കുക. പരിഭാഷയിൽ എങ്ങനെയാണ് വായിച്ചത്, ഇങ്ങനെ തന്നെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്, സ്വഹാബത്ത് ഇതിനെങ്ങനെ അമലാക്കിയിട്ടുള്ളത് ചോദിച്ചിട്ട് മാത്രം, അറിവുള്ള ആളുകളോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഓരോ ആളുകൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾക്കറിയാം, ദീനിൽ വിശ്വാസം പഠിപ്പിച്ച പോലെ ഈ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയെന്ന് പറഞ്ഞ പോലെ പിരിഞ്ഞിട്ടുണ്ട്. ഈ ഓരോ പിരിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവരുടെ പിഴച്ച വാദത്തിന് തെളിവായിക്കൊണ്ട് ഖുർആൻ ആയത്തുകൾ കൊണ്ടുവരാൻ സാധിക്കും. ഓരോരുത്തർക്കും ഖുർആൻ ഒന്നേ ഉള്ളൂ, അല്ലേ? 2-3 ഖുർആനുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ സാധിക്കും? ഓരോ വിധത്തിന്റെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഓരോരുത്തരും. ഒരാൾ അപ്പുറത്താണെങ്കിലും പടിഞ്ഞാറാണെങ്കിൽ മറ്റാൾ കിഴക്കാണ്. എന്നാലും ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ സാധിക്കും? അവരുടെ പഴച്ച വാദങ്ങൾക്ക് തെളിവായിട്ട് ഖുർആന്റെ ആയത്തുകൾ കൊണ്ടുവരാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ഈ മുത്തശാബിഹാത്തുള്ള പുറകെ പോകുന്നതുകൊണ്ടാണ്. നമ്മൾ ശരിക്കും പഠിക്കണം. നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈ പരിഭാഷയുള്ള അർത്ഥമാണ് ഖുർആനിൽ ശരിക്കും ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം. നമ്മൾക്ക് വിചാരിക്കാൻ നമ്മൾ അതിനു മുമ്പ് പഠിക്കണം. മുത്തശാബിഹാത്തും മുഹ്കമാളും ഏതൊക്കെയാണ് മനസ്സിലാക്കണം. വളരെ ഗൗരവമുള്ള വിഷയം കൊണ്ടാണ് എന്ത് ചെയ്തത്, ഇത്രയും വൈകിട്ടും അത് പറയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തത്, ദീർഘിപ്പിച്ച് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യട്ടെ നമുക്കെല്ലാവർക്കും ശരിയായ രൂപത്തിൽ ദീൻ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പ്രാവർത്തികമാക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമ്മളിത് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമുഖമായിട്ടാണ് പ്രധാനപ്പെട്ട മസലകൾ. ഇത് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച മുതൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ, പിന്നെ സൂറത്തുൽ നാസ്, അങ്ങനെ ഏറ്റവും അവസാനത്തെ സൂറത്തുകൾ മുതൽ ഇൻഷാ അല്ലാഹ് തഫ്സീർ പഠനം ഇൻഷാ അല്ലാഹ് അത് ഉണ്ടാവും. ചിലപ്പോ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും പഠിതാക്കൾക്ക് എന്തെങ്കിലും പഠന സൗകര്യത്തിന് വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, തുടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകൾ വിഷയാടിസ്ഥാനത്തിൽ ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോയിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, ഓരോ സൂറത്തുകളായിട്ടുള്ള പഠനം ചിലപ്പോൾ ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൃത്യമായ രൂപത്തിൽ ദീൻ പഠിക്കാനും അങ്ങനെ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവികളിൽ എത്തുന്ന ആളുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അവരെ ജന്നാത്തുൽ ഫിർദൗസ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർത്തുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.